Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഉൾപ്പെടുന്ന സംഘം കേരള കോൺഗ്രസ് മാണിയിൽ നിന്നും പുറത്തു വന്നതാണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേരിൽ പുതിയ പാർട്ടിയും അവർ രൂപീകരിച്ചു. പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ ക്ലോസ് എൻകൗണ്ടറിൽ നമ്മോടൊപ്പമുണ്ട്. കേരള കോൺഗ്രസിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തി? 1964 കേരള കോൺഗ്രസിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരള രാഷ്ട്രീയത്തിൽ എന്ത് സ്ഥാനമാണ് ഉണ്ടായിരുന്നത്? ഒരു പതിറ്റാണ്ട് കാലം, ഏതാണ്ട് 64 മുതൽ 75 വരെ വളരെ ചിട്ടയോടുകൂടി വളരെ ഭംഗിയായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക രാഷ്ട്രീയ ശക്തിയായി കേരള കോൺഗ്രസ് മാറിയിരുന്നു. മധ്യ തിരുവിതാംകൂറിൽ അന്ന് പറഞ്ഞിരുന്ന കൊട്ടാരക്കര മുതൽ കൊടകര വരെ ഉള്ള നിയോജക മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലും ജയ സാധ്യതകൾ അത് തീരുമാനിക്കുക കേരള കോൺഗ്രസ് ആയിരിക്കും. എന്ന് വെച്ചാൽ കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് കേരള കോൺഗ്രസ് തീരുമാനിക്കുന്ന ഒരു ഘട്ടം വരെ എത്തിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് 75-ന് ശേഷമാണ് ഈ നിർഭാഗ്യകരമായിട്ടുള്ള പിളർപ്പുകളും ഭിന്നിപ്പുകളും ഒക്കെ ആരംഭിച്ചത്. അതോടുകൂടി കേരള കോൺഗ്രസിൻ്റെ ആ ഒരു രാഷ്ട്രീയ പ്രസക്തിക്ക് കുറച്ച് മങ്ങലേറ്റു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതെന്താണെങ്കിലും ഈ കഴിഞ്ഞ 4-5 വർഷക്കാലത്തിനിടയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം വളരെ പിന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. 64-ൽ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ, കാർഷിക മേഖലയുടെ സംരക്ഷണം, ന്യൂനപക്ഷ സംരക്ഷണം, ശക്തമായ കേന്ദ്രം, സംതൃപ്തമായ സംസ്ഥാനങ്ങൾ, അഴിമതിരഹിത സൽഭരണം, ഈ കാര്യങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി കാണിക്കേണ്ട ഒരു ശുഷ്കാന്തിയും താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായി. കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ഒക്കെ ചെയ്ത കർഷകരിൽ നിന്നും മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്നെല്ലാം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു തിരിച്ചുപോക്ക് ആവശ്യമാണ് എന്നുള്ളൊരു തോന്നൽ കുറേ കാലമായിട്ട് ഞങ്ങളെപ്പോലെയുള്ളവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എല്ലാം ബ്രാക്കറ്റോട് കൂടിയ കേരള കോൺഗ്രസുകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര്? ഞങ്ങളത് തന്നെ തീരുമാനിച്ചു. അതായത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാർട്ടിയോ പാർട്ടിക്ക് അങ്ങനെ ഒരു പേരോ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാം വ്യക്തികളുടെ പേരുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയുടെ ഓരോ വിഭാഗങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ജനാധിപത്യ ഒരു ഉൾപാർട്ടി ജനാധിപത്യമുള്ള, ജനാധിപത്യ മൂല്യങ്ങൾ മര്യാദകളൊക്കെ പാലിക്കുന്ന ഒരു കേരള കോൺഗ്രസ് പ്രസ്ഥാനമാണ്. 64-ൽ അത് അങ്ങനെ ആയിരുന്നു. മാണി സാർ പറഞ്ഞൊരു കാര്യം, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ പോയാൽ ഒരു ചുക്കും സംഭവിക്കില്ല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് എന്നുള്ളതാണ്. അങ്ങനെയാണോ വാസ്തവത്തിൽ? അല്ല, അതെങ്ങനെയാണ് എന്നുള്ളത് അധികം വൈകാതെ അദ്ദേഹത്തിന് ബോധ്യമാകും. ഇപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ആരെയും ബലം പ്രയോഗിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയേറെ ആളുകൾ അദ്ദേഹം ഒന്ന് വിലയിരുത്തേണ്ടതാണ്, ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇത്രയേറെ ആളുകൾ, ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ് കമ്മിറ്റി കണ്ടാലറിയാം, എല്ലാം കേരള കോൺഗ്രസ്സുകാർ, കറതീർന്ന കേരള കോൺഗ്രസ്സുകാർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാർട്ടിയുടെ ആദ്യകാലം മുതലുള്ള പ്രവർത്തകരും അനുഭാവികളുമാണ് ആ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവരാണ് വന്നത്. മാണി സാർ പറയുന്നത് കുറേ പേർ പോയാലൊന്നും പറ്റില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു. എത്രത്തോളം ആളുകൾ പോകാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ പുതിയ പ്രസ്ഥാനത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇന്ന് തന്നെ പഴയ NDP എന്ന് പറയുന്ന പാർട്ടി, അതായത് NSS സ്പോൺസർ ചെയ്തിരുന്ന NDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന കുറേയേറെ പേർ എന്നെ വിളിക്കുകയുണ്ടായി. അവർ പറഞ്ഞു 64-ലെ കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ മന്നത്ത് പത്മനാഭൻ, ആചാര്യനായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ, അദ്ദേഹമാണ് കേരള കോൺഗ്രസ് എന്ന പേര് ചൊല്ലി വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ രൂപം കൊണ്ട പാർട്ടിയാണ്. ആ 64-ലെ പാർട്ടി പുനരുജ്ജീവിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, താല്പര്യമുണ്ട്. ഞങ്ങൾ കൂടി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കർഷകരുടെ പ്രശ്നങ്ങൾ, കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, മറ്റുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ, എവിടെയാണ് കേരള കോൺഗ്രസ് മാണിക്ക് പിഴച്ചത്? ഈ പ്രശ്നങ്ങളിലൊന്നും ശരിയായ ഉറച്ച ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ റബ്ബർ കർഷകരുടെ പ്രശ്നം, റബ്ബർ വിലത്തകർച്ചയുടെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഇപ്പോൾ ആഗോള മാർക്കറ്റിലെ സംഭവവികാസങ്ങളുണ്ട്. പക്ഷേ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ കൂടുതലായി ബാധിച്ചത് നിയന്ത്രണമില്ലാത്ത ഇറക്കുമതിയാണ്. അതിനൊരു WTO ലോക വ്യാപാര സംഘടനയുടെ ആ കരാറിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ
മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ മറ്റ് റബ്ബർ ഉൽപ്പാദക രാഷ്ട്രങ്ങളൊക്കെ എന്തൊക്കെ സഹായം, അവരുമൊക്കെ ഈ പ്രശ്നത്തെ നേരിടുന്നവരാണല്ലോ. തായ്ലൻഡുണ്ട്, മലേഷ്യ ഉണ്ട്. അവരൊക്കെ അവിടുത്തെ റബ്ബർ കർഷകരെ സഹായിക്കാനായിട്ട് പല പല നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ ഇതൊന്നും സ്വീകരിക്കാനായിട്ടുള്ള നടപടികളില്ല. സംസ്ഥാന ഗവൺമെൻറ് അതിനുവേണ്ട പദ്ധതികൾ, അതിനുവേണ്ട നിർദ്ദേശങ്ങളോ പദ്ധതികളോ കേന്ദ്ര ഗവൺമെൻറ് മുൻപാകെ കൊണ്ടുവരുന്നില്ല. നമ്മളാകെപ്പാടെ പറയുന്നത് ഇറക്കുമതി ചുങ്കം ഉയർത്തണം, ഇറക്കുമതി നിയന്ത്രിക്കണം എന്നുള്ള ഒരു പല്ലവി ആവർത്തിക്കുന്നതല്ലാതെ പ്രായോഗികമായി എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ അത് ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനോ നമ്മുടെ ഗവൺമെൻറ്റോ അതിൽ മുൻകൈ എടുക്കേണ്ട കേരള കോൺഗ്രസ് പാർട്ടിയോ തയ്യാറാകുന്നില്ല. കെ മാണിയുടെ നിരാഹാരം വിജയമാണെന്നാണല്ലോ കെ മാണി പറയുന്നത്. എന്ത് വിജയമാണ് അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് ആ സമരം കൊണ്ടുണ്ടായത്? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു, ഒരു ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു, പെട്ടെന്ന് അദ്ദേഹം നിരാഹാര സമരം ആരംഭിക്കുന്നു, 4 ദിവസം നിൽക്കുന്നു, 5-ാം ദിവസം അത് അവസാനിപ്പിക്കുന്നു. അത് അവസാനിപ്പിക്കാൻ പറഞ്ഞ കാരണമെന്ന് പറയുന്നത് 3 മാസത്തേക്ക് അഡ്വാൻസ് ഓതറൈസേഷൻ പ്രകാരമുള്ള ഇറക്കുമതി നിർത്തിവെച്ചു, തുറമുഖ നിയന്ത്രണം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ. തുറമുഖ നിയന്ത്രണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്തത്? മുംബൈ, ചെന്നൈ പോർട്ടുകൾ വഴി മാത്രമേ ഇനി മുതൽ റബ്ബർ ഇറക്കാവൂ എന്നാണ് ഒരു നിയന്ത്രണം. അത് നിരാഹാരം മൂലം സാധിച്ചതാണോ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതാണ് ഏറ്റവും ഡാമേജിങ് ആയിട്ടുള്ള തീരുമാനം. കാരണം ഞങ്ങളൊക്കെ എം പിമാരായിരുന്ന കാലത്ത് അന്ന് വാജ്പേയി ഗവൺമെൻറ്റിൽ ഞങ്ങൾ നിവേദനം നടത്തി ഈ തുറമുഖ നിയന്ത്രണം കൽക്കട്ട, വിശാഖപട്ടണം വഴിയാക്കിയിരുന്നു. എന്ന് പറയുമ്പോൾ അവിടെ ഇറക്കി അവിടെ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവ് കൂടി വരുമ്പോൾ ഇറക്കുമതി അത്ര ആകർഷണമല്ലാതാകും. അതിന് പകരം ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള, ഏറ്റവും കൂടുതൽ ഇറക്കുമതി നടക്കുന്ന മുംബൈ, ചെന്നൈ ആക്കുമ്പോൾ കൂടുതൽ സൗകര്യമാണ് വ്യവസായികൾക്ക് വരുന്നത്. മറ്റൊന്ന് അഡ്വാൻസ് ഓതറൈസേഷനാണ്. അത് കയറ്റുമതിക്കാർക്കുള്ളൊരു പ്രോത്സാഹന പരിപാടിയാണ്. ഡ്യൂട്ടി കൂടാതെ റബ്ബർ ഇറക്കാം, അവരത് റബ്ബർ ഉൽപ്പന്നങ്ങളാക്കി 6 മാസത്തിനകം കയറ്റി അയക്കണം. ഒരു തുണ്ട് റബ്ബർ പോലും ഈ അഡ്വാൻസ് ഓതറൈസേഷൻ വഴി വരുന്നത് മാർക്കറ്റിൽ വരുന്നില്ല. മാർക്കറ്റിനെ ബാധിക്കുന്നല്ലത്. പിന്നെ ഈ നിരാഹാരം എന്തിനു വേണ്ടിയായിരുന്നു? അത് എനിക്ക് ആർക്കും മനസ്സിലായിട്ടില്ല അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടി തന്നെ നടത്തിയൊരു നിരാഹാരമായിരുന്നു എന്നുള്ളതാണ്. ജോസ് കെ മാണിക്ക് വേണ്ടി അദ്ദേഹത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, അദ്ദേഹം ഒരു കർഷകരുടെ നേതാവാണെന്ന് വരുത്താൻ, അദ്ദേഹം കർഷകർക്ക് വേണ്ടി പോരാടുന്നുവെന്ന് സ്ഥാപിക്കാനൊക്കെ വേണ്ടി നടത്തിയ ഒരു നിരാഹാരമല്ലാതെ അതിന് എന്ത് റിസൾട്ടാണ് ഉണ്ടായത്? എന്ത് പോസിറ്റീവ് റിസൾട്ടാണ് ഉണ്ടായത്? ആ സമരത്തിൽ നിന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഒരു റിസൾട്ട് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ സമരം എന്തായിരിക്കണം ലക്ഷ്യങ്ങൾ, അതെങ്ങനെ അവസാനിപ്പിക്കണം, ഏത് ഘട്ടം വരെ അത് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച വേണ്ടേ പാർട്ടിക്കകത്ത്? ഇതങ്ങനെയാവുന്നുമില്ല. സ്വാഭാവികമായ ഒരു നിരാഹാര സമരം ആരംഭിച്ചാൽ ഒരാൾക്ക് അനന്തകാലം കിടക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് നിർത്തേണ്ടതായിരുന്നു. 6-7 ദിവസം കഴിയുമ്പോൾ നിർത്തണം. 6-7 ദിവസം കഴിയുമ്പോൾ നിർത്തിയാൽ നമുക്ക് റിസൾട്ടൊന്നുമില്ലെങ്കിൽ അത് തുടരണമല്ലോ. പകരം ആര് കിടക്കണമെന്ന് തീരുമാനിക്കട്ടെ. ഇങ്ങനെയാവുന്നുമില്ല. ജോസ് കെ മാണി 4 ദിവസം കിടക്കുന്നു, അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അത് ശ്രീ ജോസ് കെ മാണിക്ക് വേണ്ടി അദ്ദേഹം തന്നെ തയ്യാറാക്കിയ ഒരു തിരക്കഥ അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഏതാനും പേർ ചേർന്ന് തയ്യാറാക്കിയ ഒരു തിരക്കഥ അനുസരിച്ച് നടത്തിയൊരു സമരമാണ്. ഈ ഡൽഹിയിൽ സമരം നടന്നപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് ഈ കാപട്യം എന്ന് പറയുന്നത്. കുറേ പേർ ഡൽഹിക്ക് ടൂർ പോകുന്നുണ്ടായിരുന്നു, അവരുടെ സഹകരണ ബാങ്കിൻ്റെ എന്തോ ടൂറുമായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കമ്മിറ്റി കൂടിയപ്പോൾ അവരിങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു, ഡൽഹിയിൽ ഒരു പാർലമെൻറ്റ് മാർച്ച് നടത്തിക്കളയാം, ഒരു ധർണ നടത്തിക്കളയാം. അപ്പോൾ അത് ഒരു ആത്മാർത്ഥമില്ലാത്തൊരു പരിപാടിയാണ്. ഒരു പാർട്ടി പരിപാടിയുടെ ഇതിൻ്റെ ഒരു തുടർ പരിപാടിയാണ് എങ്കിൽ അതാലോചിച്ച് അതിലൊരു പങ്കാളിത്തമൊക്കെ ഉറപ്പാക്കി അങ്ങനെയൊക്കെ വേണം. പക്ഷെ അന്ന് പി ജെ ജോസഫ് വിഭാഗം മാറി നിന്നതാണ് എന്നുള്ള ഒരു വാർത്തയുണ്ടായി. പൂർണ്ണമായിട്ട് മാറി നിന്നൊന്നുമല്ല, ഞങ്ങൾ അതിനകത്തൊരു ആത്മാർത്ഥതയും കണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പോകാതിരുന്നത്. അതൊരു പ്രഹസനമാണ്. ചുമ്മാ വെറുതെ ഡൽഹിയിൽ പോയി ഒരു ദിവസം ഏതാനും മണിക്കൂർ അവിടെ കുത്തിയിരുന്ന് പോരുന്ന ഒരു പരിപാടി കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് ജനാധിപത്യ കേരള കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യം, ഈ അഴിമതിയായിരുന്നു ഒരു വിഷയമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബാർക്കോഴ സംബന്ധിച്ച ആരോപണങ്ങൾ വന്ന സമയത്തോ, കോടതിയുടെ പ്രസ്താവനകൾ, പരാമർശങ്ങൾ ഉണ്ടായ സമയത്തോ, അതിനു മുൻപോ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയില്ല? ഇല്ല, ഇപ്പോൾ ഒരു ആരോപണം വന്നാൽ ഉടനെ നമ്മൾ പാർട്ടി ഉപേക്ഷിച്ച് പോകുകയല്ലോ. ഈ ആരോപണം വന്നതിന് ശേഷം നിരന്തരമായി ഈ ആരോപണത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുരംഗത്താകുമ്പോൾ സ്വാഭാവികം ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകും. ആരോപണം വന്നു, അന്ന് വന്ന ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് അപ്പോൾ തന്നെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഓർഡർ ഇട്ടു. അത് വരട്ടെ, അതിൻ്റെ റിസൾട്ട് വരട്ടെ, അതിൻ്റെ റിസൾട്ട് വന്നിട്ടൊരു തീരുമാനമെടുക്കാം. ആ റിസൾട്ട് വന്നപ്പോൾ FIR രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നു. വാസ്തവത്തിൽ ആ ഘട്ടത്തിൽ രാജിവെക്കേണ്ടതാണ്. ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ആ ഘട്ടത്തിൽ രാജിവെക്കുകയും ആ അന്വേഷണത്തോട് സഹകരിക്കുകയും അന്വേഷണം പൂർത്തിയായതിനു ശേഷം അതിൻ്റെ അനന്തര നടപടികൾ കോടതിയിൽ പോകുന്നു. FIRന് ശേഷം കോടതിയിൽ പോയാൽ കോടതിയിൽ ആ കേസ് ഫൈറ്റ് ചെയ്ത് അതിൻ്റെ വിധി വരുന്നവരെ കാത്തിരിക്കുക. പക്ഷെ അന്ന് എടുത്ത നിലപാടെന്ന് വെച്ചാൽ അന്വേഷണമല്ലേ, അതുകൊണ്ട് കുറ്റക്കാരനാകുന്നില്ല, അന്വേഷണം നടന്നുകൊള്ളട്ടെ. പാർട്ടിക്കുള്ളിൽ ഈ ആവശ്യമുണ്ടായിരുന്നു, അദ്ദേഹം തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ആവശ്യം ഉണ്ടായിരുന്നു.
പക്ഷേ ആരും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഇന്നത്തെ സ്ഥിതിയിൽ ഞങ്ങളുടെ പഴയ കേരള കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാവരും ഭയപ്പെടുന്നു എന്നുള്ളതാണ്. മാണി സാറിന് അവിടെയാണ് പ്രശ്നം. അതാണ് ഉൾപാർട്ടി ജനാധിപത്യമില്ലായ്മ. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത, അത് തുറന്നു പറഞ്ഞാൽ അവനെ ശത്രുവായി കാണുന്ന ഈ സമീപനം ശരിയല്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും FIR കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ ചെല്ലുന്നു. വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം വരുന്നു, ജഡ്ജ്മെൻറ്റ് വരുന്നു. അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു 2 സാഹചര്യങ്ങളിൽ ഇങ്ങനെ കോഴ വാങ്ങി എന്നുള്ളതിന് വളരെ ശക്തമായിട്ടുള്ള സാഹചര്യ തെളിവുകളുണ്ട്. മറ്റ് 2 ഇൻസ്റ്റൻസസ് അതാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. ആ അന്വേഷണം നടന്ന് അതിപ്പോൾ പൂർത്തിയായതിൻ്റെ ആ അന്വേഷണത്തിനൊടുവിലാണ് തെളിവുകളില്ല എന്ന് പറഞ്ഞുള്ള ഫൈനൽ റിപ്പോർട്ട് കൊടുത്തത്. ഈ വിജിലൻസ് കോടതിയുടെ ഈ ജഡ്ജ്മെൻറ്റിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതിയുടെ വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശനം വരുന്നു. ആ ഘട്ടത്തിലും രാജിവെക്കാൻ തയ്യാറല്ല. അപ്പം ഞങ്ങളിൽ ചിലരാണ്, ഏതാനും പേരാണ് പറഞ്ഞത്, ഇനി തുടരുന്നത് ധാർമ്മികമായി ശരിയല്ല. ഏറ്റവും ഒരു ഉന്നതമായ നീതിപീഠത്തിൽ ഇങ്ങനൊരു പരാമർശനം വന്നതിന് ശേഷം തുടർന്നാൽ അത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. ഒരിക്കലും നമുക്കതിനൊരു അംഗീകാരം കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ പരിശ്രമിച്ചു. അദ്ദേഹത്തോടൊപ്പമുള്ളവരും അദ്ദേഹവും എങ്ങനെയെങ്കിലും തുടരാനുള്ള എല്ലാ വഴികളും നോക്കി. പി.ജെ. ജോസഫ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവസാനം കൊണ്ടുവന്ന ഒരു ഉപാധിയാണ്, മാണി സാർ രാജിവെക്കുകയാണെങ്കിൽ ജോസഫ് സാറിന് രാജിവെക്കണം, മാണി സാറിനെ തന്നെ ബലി കൊടുക്കാൻ പാടില്ല എന്ന വാക്കാണ് അവരിൽ പലരും ഉപയോഗിച്ചത്. അതിനുശേഷം കമ്മിറ്റിയിൽ ചർച്ച വന്നപ്പോൾ കുറേ പേർ പറഞ്ഞു, എല്ലാവരും മാണി സാർ രാജിവെക്കുകയാണെങ്കിൽ ജോസഫ് സാറും ഉണ്ണിയാടനും ഒക്കെ രാജിവെക്കണം. അപ്പം ഞങ്ങളത് പറഞ്ഞത്, ഞാനതിനകത്ത് ഒരു നിലപാട് സ്വീകരിച്ചത്, നമ്മളങ്ങനെ രാജിവെച്ചാൽ അതിനോട് ന്യായം പറയേണ്ടതായിട്ടുണ്ട്. ജനങ്ങളോട് അതിൻ്റെ കാരണം പറയും. എന്തിനാണ് അങ്ങനെ രാജിവെക്കുന്നത്? സാധാരണ ഇതിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലല്ലോ. ഒരാൾക്കെതിരെ ആരോപണം വന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട മറ്റു മന്ത്രിമാരും കൂടി രാജിവെക്കുക എന്നൊരു കീഴ്വഴക്കമില്ല. അങ്ങനെ രാജിവെക്കണമെങ്കിൽ അതിന് അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ആ അടിസ്ഥാനം എന്തായിരിക്കും? ഈ ആരോപണം തെറ്റായിട്ടുള്ള എന്തോ കെട്ടിച്ചമച്ചതാണ്, തങ്ങൾക്കെതിരെ മനഃപൂർവ്വം തെറ്റായിട്ടുള്ള ഇങ്ങനൊരു ആരോപണം ആരോ കൊണ്ടുവന്നതാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അങ്ങനെ പറയുമ്പോൾ ആരായിരിക്കും അത്? ഈ മുന്നണിയിൽ നിന്ന് തന്നെ ആയിരിക്കണം അങ്ങനെ ഒരു ആക്രമണം. എങ്കിലല്ലേ രാജിവെക്കുന്നതിന് പ്രസക്തിയുള്ളൂ. പിന്നെ നമ്മൾ ഈ മുന്നണിയിൽ എങ്ങനെ തുടരും? അവർ പറഞ്ഞ വാദഗതി രാജിവെച്ച് പുറത്ത് നിന്ന് പിന്തുണ കൊടുക്കുക. ഞാൻ എങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയും? നമുക്കെതിരെ ഒരാൾക്കെതിരെ ഇത്ര രൂക്ഷമായിട്ടുള്ളൊരു ആരോപണം കെട്ടിച്ചമച്ച് തെറ്റായിട്ട് ആരോപിച്ചാൽ പിന്നെ അവരുമായി എങ്ങനെയാണ് സഹകരിച്ച് മുന്നോട്ട് പോവുക? അപ്പോൾ അതുകൊണ്ട് ആ വാദഗതിയൊന്നും ജനത്തിന് മുന്നിൽ വിലപ്പോവില്ല. ഇത് അതൊന്നുമല്ല. ഞാൻ രാജിവെക്കുകയാണെങ്കിൽ പിന്നെ മറ്റാരും ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല. അതിൻ്റെ പ്രകടമായ ഉദാഹരണമല്ലേ അദ്ദേഹം രാജിവെച്ച് മാറിയതിന് ശേഷം അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ അദ്ദേഹം മുഖ്യമന്ത്രി ഏൽപ്പിക്കുകയല്ലേ ചെയ്തത്. ഈ പാർട്ടിക്ക് 6ഓളം MLA-മാർ ബാക്കിയുണ്ട്. കുറച്ച് കാലത്തേക്കാണെങ്കിലും കേരള കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ ധനകാര്യം, ഭവന നിർമ്മാണം, നിയമവകുപ്പുകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാമായിരുന്നല്ലോ. ഈ ബജറ്റ് ഈ ഗവൺമെൻറ് ഏറ്റവും ഒടുവിലത്തെ ബജറ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി അവതരിപ്പിക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് അനുവദിക്കാതിരുന്നത്? അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇതെൻ്റെ ഒരു സ്വകാര്യ സ്വത്താണ്. ഇതിൽ ഞാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ആളുകളും കാര്യങ്ങൾ തീരുമാനിക്കും. മറ്റുള്ളവർ അതനുസരിച്ച് കൊള്ളണം. ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ? ആരോപണങ്ങളിൽ കഴമ്പില്ല എങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളൊന്നുമില്ല. എനിക്ക് പറയാൻ പറ്റില്ല ഇതെല്ലാം ശരിയാണെന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തെ പോലെ സീനിയറായിട്ടുള്ളൊരു നേതാവ്, അദ്ദേഹം തന്നെ പറയാറുള്ളത് 1/2 നൂറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തെയും പ്രവർത്തനത്തെയും എല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കരിയറിൻ്റെ ഒരു ഫാഗെൻഡിൽ ഇതുപോലൊരു ആരോപണം വന്നാൽ അതിനെതിരെ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണ്ടേ? ആരോപണം ഉന്നയിച്ചവർക്കെതിരെ അദ്ദേഹം കോടതിയിൽ പോകണം, നിയമ നടപടി സ്വീകരിക്കണം. അദ്ദേഹം ഇന്നുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞും മാറിയുമൊക്കെ സംസാരിക്കുന്നതല്ലാതെ ആരോപണകർത്താക്കൾക്കെതിരെ ഫലപ്രദമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ മാണി സാറ് ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. എന്തൊക്കെ ആരോപണങ്ങളാണ് വന്നത്? ബജറ്റ് വിറ്റ് പണം വാങ്ങുന്നു, വീട്ടിൽ നോട്ടെണ്ണാൻ യന്ത്രം തുടങ്ങിയ രൂക്ഷമായിട്ടുള്ള ആരോപണം. അതിൽ പേരെ ഒരു ആരോപണം വരാനുള്ള ഒരു നേതാവിനെ കുറിച്ച് എനിക്കറിയില്ല. നമുക്കെങ്ങനെ അറിയാൻ കഴിയും? അപ്പോൾ ഞാനത് വിശ്വസിക്കാനും ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ഞാനത് ആഗ്രഹിക്കുന്നില്ല. വാങ്ങിച്ചു എന്നുള്ളതാണല്ലോ അദ്ദേഹം പിന്നീട് ഈ ആരോപണങ്ങളൊക്കെ വന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടാകാം, അത് പാർട്ടി ഫണ്ടിലേക്കാണ്, പാർട്ടിക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൽ പാർട്ടിക്ക് വേണ്ടി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അദ്ദേഹം അത് പറഞ്ഞില്ല. അത്രയും തുക പാർട്ടിക്ക് വേണ്ടി സ്വകേയമാണ് ചെലവഴിക്കുന്നത്. എനിക്കറിയില്ല, അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ ഞങ്ങളാരും ഇതൊന്നും അറിയുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ
യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഈ പാർട്ടിയിൽ. പി.ജെ. ജോസഫിന് ഇക്കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കാത്തത്? അദ്ദേഹം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞങ്ങളുടെ യോജിപ്പിന് ശേഷം പ്രത്യേക നിലപാടുകളൊന്നും സ്വീകരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു നിസ്സഹായാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. യോജിച്ചു പോയി, ഇനിയിപ്പോൾ മറ്റു മാർഗങ്ങളൊന്നുമില്ല, തൽക്കാലം ഇങ്ങനെയൊക്കെ പോകട്ടെ എന്നുള്ളൊരു സമീപനമായിരിക്കും അദ്ദേഹം സ്വീകരിക്കുന്നത്. ഈ ടി.യു. കുരുവിള, മോൻസ് ജോസഫൊക്കെ ഇപ്പോഴും കെ മാണിക്കൊപ്പം നിൽക്കുന്നല്ലോ. അവർക്കൊക്കെ സീറ്റ് കിട്ടിയതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതെ. പക്ഷേ അവരും ഈ പുറത്തു വരാൻ തയ്യാറായില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, പുറത്തു വരിക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉറച്ച നിലപാട് സ്വീകരിക്കണം. ഇപ്പോൾ മോൻസ് ജോസഫ് തന്നെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞത് തന്നെയാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അവിടെ നിൽക്കുകയാണെങ്കിലും ഞങ്ങൾ പറഞ്ഞത് അപ്പാടെ തെറ്റാണ്, പാർട്ടിയിലൊരു പ്രശ്നവുമില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ശ്രീ ടി.യു. കുരുവിള അത് തന്നെ പറഞ്ഞു. ബി.ജെ.പിയുമായിട്ട് ബന്ധമുണ്ടാക്കാൻ അല്ലെങ്കിൽ സഖ്യം ചേരാൻ കെ മാണി ശ്രമിച്ചു എന്നുള്ളതിൽ ശരിയുണ്ടോ? അത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ, ഇപ്പോൾ കോഴയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ തെളിവ് എനിക്ക് ഹാജരാക്കാൻ കഴിയില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ചില നടപടികളുമൊക്കെ കാണുമ്പോൾ, അത് കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ ഒരു നീക്കം നടന്നതായി നമ്മൾ സംശയിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു പ്രകോപനവുമില്ലാതെയാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തത്. അതായത് ബി.ജെ.പിയുടെ അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണും, കണ്ട് അഭിവാദ്യം അർപ്പിക്കും, രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരാവശ്യവുമില്ലാതെ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയതിലൂടെ കേരള കോൺഗ്രസും ബി.ജെ.പിയുമായി അടുക്കുന്നു എന്നുള്ള ഒരു സംസാരം പൊതുസമൂഹത്തിൽ വരുത്താൻ അതിടയാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 2 MP സ്ഥാനം ചോദിച്ചിരുന്നു എങ്കിൽ നിശ്ചയമായും ലഭിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ശ്രീ ഫ്രാൻസിസ് ജോർജിനൊരു സീറ്റ് ചോദിക്കാൻ കെ എം മാണി വിമുഖത കാട്ടിയത്? അദ്ദേഹം വിമുഖത കാട്ടിയത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കെന്നുള്ളതല്ല, ഏത് വ്യക്തിക്ക് എന്നുള്ളതല്ല, പാർട്ടിക്ക് ലഭിക്കുമായിരുന്ന ഒരു സ്ഥാനം, ഒരു ലോക്സഭാ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പോലൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ യോജിച്ച കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പഴയ കാലത്ത് 3 ലോക്സഭാ സീറ്റ് വരെ ഉണ്ടായിരുന്നു, രാജ്യസഭയിലടക്കമുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് ഒരു ലോക്സഭയും ഒരു രാജ്യസഭയും ഉണ്ട്. പാർട്ടിക്ക് എന്തുകൊണ്ടും യോജിച്ച കക്ഷിക്ക് അവകാശപ്പെട്ട ഒരു സീറ്റ് കൂടി ചോദിക്കുക. അന്ന് അവിടെ അങ്ങനെ ഒരു പൊതു പശ്ചാത്തലവുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളപ്പോൾ അത് ചോദിക്കാൻ താൻ തയ്യാറല്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പരസ്യമായൊരു നിലപാട് അന്ന് ശ്രീ പി.സി. ജോർജ് പാർട്ടിയിലുണ്ട്. അദ്ദേഹമാണ് പരസ്യമായി പറഞ്ഞത് പാർട്ടിക്ക് 2ാമത് ഇടുക്കി സീറ്റ് വേണ്ട. അത് കെ മാണിക്ക് വേണ്ടി പറഞ്ഞതാണോ? ജോർജ് തന്നെ പിന്നീട് പറഞ്ഞല്ലോ, എന്നെക്കൊണ്ട് മാണി പറയിപ്പിച്ചാണെന്ന് ജോർജ് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് ഒരു പാർട്ടിയുടെ ഭാരവാഹി, ഒരു നേതാവ് പറയുക പരസ്യമായി, ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണ്ട എന്ന് പറയും, അതെന്തുകൊണ്ട്? എല്ലാവരും കൂടുതലല്ലേ ചോദിക്കൂ. അതെന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അടുത്ത ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പ് ആരുടെ കയ്യിലേക്ക് എന്നുള്ളതിൽ ശ്രീ ഫ്രാൻസിസ് ജോർജിനെ കെ മാണി ഭയന്നിരുന്നു. എന്തിന് ഭയക്കണം? ആരെ ഭയക്കണം? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ആരും അങ്ങനെ ചുമ്മാ ലീഡർ ആവില്ലല്ലോ. അതല്ലേ ഞാൻ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കരുതാനും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത് നമ്മളുടെ പ്രവർത്തകരും പാർട്ടിയുടെ അണികളും പ്രവർത്തകരും പൊതുവിൽ ജനങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവർക്കല്ലേ ഒരു സ്ഥാനത്തേക്ക് വരാൻ കഴിയും. ജോസ് കെ മാണി ആ സ്ഥാനത്തെത്തുന്നതിന് പകരം ശ്രീ ഫ്രാൻസിസ് ജോർജ് പാർട്ടിയിൽ വളരുമോ എന്ന് കെ മാണി ആശങ്കപ്പെടുന്നു. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ജോസ് കെ മാണിയോട് ഞങ്ങൾക്ക് ആർക്കാണ് എന്ത് വിദ്വേഷമാണുള്ളത്? അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളാണ്. എനിക്ക് അദ്ദേഹം ഒരു അനുജനെ പോലെയാണ്. എനിക്ക് ജോസ് കെ മാണിയോട് ഒരു വിദ്വേഷമൊന്നുമില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിന് എത്ര സ്ഥാനാർത്ഥികളെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്താൻ എത്ര നേതാക്കളുണ്ട്? ഞങ്ങൾക്ക് നേതാക്കളുടെ കുറവൊന്നുമില്ല. അതിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇതുവരെ ഗൗരവതരമായി കടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ പാർട്ടിയുടെ രൂപീകരണം നടന്നിട്ടുള്ളതേ ഉള്ളൂ. പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു പൂർത്തീകരണമാകണം. അതിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു താൽക്കാലികമായിട്ടുള്ള സമിതികൾക്ക് രൂപം കൊടുക്കും. അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് കടക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതിൽ ഞങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്, ഞങ്ങൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടിന്, ഞങ്ങൾ ഏത് കൂട്ടുകെട്ടിലാണ് വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് കൂടി ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു വ്യക്തത ഉണ്ടായിട്ടില്ലേ? അത് സംബന്ധിച്ച് വ്യക്തത ആയിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ഗൗരവമായിട്ട് നടന്നിട്ടില്ല. ഇടതു മുന്നണിയുമായി യോജിച്ച് പ്രവർത്തിക്കാനുള്ള ധാരണ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ അങ്ങനെയുള്ള ഗൗരവതരമായ ചർച്ചകളിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ചില ആശയവിനിമയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി അവരതിനെ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും മുന്നണിക്കകത്ത് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും അവരുടെ ഒരു മറുപടി, ഒരു റെസ്പോൺസ് വരിക. അത് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കിനി അടുത്ത ഘട്ടം
ഗൗരവമുള്ള ചർച്ചയിലേക്ക് കടക്കാനായിട്ട് കഴിയുള്ളൂ. അല്ല, കഴിഞ്ഞ LDF യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുമെന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഒരു തീരുമാനം ആരെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? സാധാരണയായി മുന്നണിയിലൊരു തീരുമാനമെടുത്താൽ മുന്നണിയുടെ കൺവീനർ ആ മുന്നണി യോഗത്തിന് ശേഷം ഒരു പ്രസ് ബ്രീഫിംഗ് നടത്തും. അപ്പോൾ അന്നത്തെ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളൊക്കെ സ്വാഭാവികമായി അദ്ദേഹമാണ് അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എനിക്കറിയില്ല. അങ്ങനെ അറിയിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള വാർത്തകളും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ആരെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടോ? ഞങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. ഞങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല ഗൗരവമായിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം, ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാട് എന്താണ് എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് യോജിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും കഴിയുന്ന, പൊതുവിൽ പറയുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് ഒരു ജനാധിപത്യ മതേതര പുരോഗമന ഒരു കൂട്ടായ്മ, അതുമായി ബന്ധപ്പെട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അന്ന് AKG സെൻറ്ററിൽ CPM നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു? അല്ലാതെ ഇതാണ് ഞങ്ങളൊരു പ്രാഥമികമായിട്ടുള്ള ആശയവിനിമയം നടത്തിയതാണ്. അതുകൊണ്ടായില്ല. അതിപ്പോൾ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിൽ അതിൻ്റെ നേതൃത്വവുമായി ഞങ്ങളൊരു ആശയവിനിമയം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളത് പറഞ്ഞതുകൊണ്ട് എല്ലാ കാര്യങ്ങളും യോജിക്കാവുന്ന മുന്നണി LDF ആണെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് കരുതുന്നുണ്ട്. അതെ, ഇപ്പോഴത്തെ നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യോജിക്കാവുന്ന മുന്നണി എന്ന് പറയുന്നത് ജനാധിപത്യ മതേതര പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്ന LDF ആണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. TU കുരുവിള, മോൻസ് ജോസഫ് ഒക്കെ ജനാധിപത്യ കേരള കോൺഗ്രസിലേക്ക് വരുമോ? എനിക്കറിഞ്ഞുകൂടാ. അവർ കൂടി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവർ ഒരുപക്ഷെ അധികം വൈകാതെ അനധിവിദൂര ഭാവിയിൽ അവരൊക്കെ തന്നെ വന്നു ചേരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവർ മാത്രമല്ല, കേരള കോൺഗ്രസിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ 64-ൻ്റെ ആ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ സമാന ചിന്താഗതിയുള്ള മറ്റാളുകളും കേരളത്തിൽ ഒരു വ്യത്യസ്തതയുള്ള കേരളത്തിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനം, സമഗ്രമായിട്ടുള്ള വികസനം, വിവിധ മേഖലകളിൽ കേരളം മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു നല്ല കാഴ്ചപ്പാട് അത് വളർത്തിക്കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ കാഴ്ചപ്പാടുമായി യോജിക്കാൻ കഴിയുന്ന ആർക്കും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാം. എത്ര സീറ്റ് മത്സരിക്കും ഇത്തവണ? അല്ല, ഞങ്ങൾക്കതിപ്പോൾ പറയാനായിട്ട് കഴിയുകയില്ല. കാരണം അത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത വന്നിട്ടില്ല. ഞങ്ങളങ്ങനെ മുൻകൂട്ടി ഒരു അവകാശവാദമോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമോ നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് പരമാവധി ഗുണകരമായ രീതിയിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും ഞങ്ങളുടെ പ്രസ്ഥാനം ഉൾപ്പെടുന്ന രാഷ്ട്രീയ സഖ്യത്തിനും പ്രയോജനകരമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെന്നാണ് മുന്നണിയിലേക്ക് ചേരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം അതുവരെ സഹകരണം എന്നുള്ള അതിനോട് ജനാധിപത്യ കേരള കോൺഗ്രസ് അറിയാൻ പറ്റില്ല. എങ്ങനെയാണത് തീരുമാനം അന്തിമമായി വരിക എന്നറിയാൻ കഴിയില്ല. ആ തീരുമാനം വരട്ടെ. ഞങ്ങളുടേതായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് അവർ ചർച്ച ചെയ്തിട്ട് ആ തീരുമാനം ഞങ്ങൾ അറിയിക്കട്ടെ. ആശംസകൾ. താങ്ക് യു. Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life.